ഞാൻ സംസാരിന്റെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ആണ് വരുന്നത്, ഇത് സെമി ടസർ ഫാബ്രിക് വരുന്ന ഐറ്റം ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഒത്തിരി എണ്ണം കാണിക്കാറുണ്ട്. ഭയങ്കര ഡിമാൻഡുള്ളൊരു ഐറ്റം ആട്ടോ. കാരണം സിൽക്ക് പോലെ തന്നെ ഇരിക്കുന്ന ഐറ്റംസ്, അത്രയും നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് എല്ലാം തന്നെ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു 1900 മിച്ചം തൊട്ട് 2500 വരെയുള്ള റേഞ്ചിൽ ഒരുപാടെണ്ണം വരുന്നുണ്ട്. ചെറിയ ചെറിയ വേരിയേഷൻസ് ആ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് റേറ്റ് വേരിയേഷൻ വരുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല പ്രിൻറ്റുകളാട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻ്റാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ശരിക്കും സിൽക്കിൽ കാണാറുള്ള അതേ പ്രിൻറ്റുകളാണ്. ഒരു 5000 ഒക്കെ നിങ്ങൾ കൊടുക്കുന്നതിന് പകരം എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് ഭയങ്കര സോഫ്റ്റും ആട്ടോ. എന്നാൽ ഭയങ്കര ഓവറായിട്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു വെളുത്ത് നിർത്തി വരുന്ന രീതിയിൽ അങ്ങനെ വരാറുമില്ല. ശരിക്കും സിൽക്കിൻ്റെ ഫിനിഷിൽ തന്നെ വരുന്ന ഐറ്റം. നല്ലതായിട്ട് ഒതുങ്ങി കിടക്കും. രണ്ട് സൈഡിലൊക്കെ ഇട്ടാലും ലെങ്ത് ആണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ലെങ്ത് ഉണ്ട്. ഇപ്പോൾ ഈ മോഡലിലൊക്കെ ടാസിൽസ് കൂടെ വരുമ്പോഴത്തേനും 2.5 മിച്ചം എന്തായാലും വരും കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റും 3X കൂടുതൽ അങ്ങനെ അത്രയും വണ്ണമുള്ളവർക്കും ഒക്കെ പറ്റുന്ന രീതിക്ക് വരുന്ന ഐറ്റമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു പ്രിൻറ്റ്, ദുപ്പട്ടയുടെ പ്രിൻ്റാണ് എടുത്തു പറയേണ്ടത്. എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. ഒരു എണ്ണം പോലും നമുക്കങ്ങനെ ഇഷ്ടക്കുറവ് വരുന്ന ഒരു ഐറ്റംസ് ഇതിൻ്റെ അകത്ത് വരാറില്ല. എല്ലാം നല്ല നല്ല ഡിസൈൻസ് ആട്ടോ. ഇതിൻ്റെ ബോർഡർ നോക്കിയാൽ മതി, ഒരു ഒനിയൻ പിങ്കിൻ്റെ ഷെയ്ഡ്, അകത്തോട്ട് സെയിം കളറിൽ തന്നെ സെൽഫായിട്ട് ആ ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത്. ഫുൾ പ്രിൻ്റ് ഉണ്ട്. കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒനിയൻ പിങ്കും ആ ഒരു ലൈറ്റ് ലാവണ്ടറും ചേർന്നിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ടോപ്പിലും ചെറിയ പ്രിൻ്റ് ഉണ്ട് കേട്ടോ, ഒത്തിരി ഓവറായിട്ടുള്ള കുഞ്ഞായിട്ട് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്, നമ്പർ AK425, റേറ്റ് 1960. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ്, ഇത് ശരിക്കും പക്ക ടസറിൽ വരുന്ന അതേ കോമ്പിനേഷനാട്ടോ. ഈ ആഷ് കളർ ടസറിൽ ഭയങ്കര ട്രെൻഡാണ്. എപ്പോഴും തന്നെ ആൾക്കാർ പെട്ടെന്ന് ചൂസ് ചെയ്യുന്നൊരു കളറാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് സിൽക്ക് പോലെ തന്നെ എടുക്കുന്നവരാണെങ്കിൽ ഈ കളർ ഭയങ്കര എടുപ്പാട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തും പീച്ചാണ് കോമ്പിനേഷൻ. ഈ ആഷും പീച്ച് പിങ്ക് പോലത്തെ കളേഴ്സൊക്കെ നല്ല മാച്ചിങ് ആണ്. ഫുൾ ആ ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ്, മുമ്പേ കാണിച്ചില്ല, സെയിം പ്രിൻ്റ് തന്നെയാണ്. സൈഡ് ബോർഡറിൽ അത്യാവശ്യം വീതിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എടുപ്പാണ്. നമുക്ക് ആ ഒരു ടോപ്പുമായിട്ട് നല്ല കറക്റ്റായിട്ട് നല്ല മാച്ചിങ് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ പോയിരിക്കുന്നത്. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ AK423, റേറ്റ് സെയിം ആണ്. അടുത്ത കളറാണ്. നമുക്ക് നെക്സ്റ്റ് കളർ അറിയാതെ നമ്മൾ വാന്ന് പറഞ്ഞു പോകും, അത്രയും നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. ഇതൊരു വയലറ്റ്, ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് നമുക്കിതിന് വന്നേക്കുന്നത്. ലാവണ്ടറിൻ്റെയും വയലറ്റിൻ്റെയും കൂടെ ഒരു മിക്സഡ് കളർ കോമ്പിനേഷൻ. അതിൽ ചെറിയ ചെറിയ പ്രിൻ്റ് ഉണ്ട്, അത്രയും കൂടെ കാണത്തൊന്നുമില്ല, കുഞ്ഞായിട്ടൊരു പ്രിൻ്റ് പോയിട്ടുണ്ട്. പിന്നെ ജൂട്ട് ഫിനിഷിൻ്റെ ഇറക്കിയെല്ലാം ആ ഒരു ജൂട്ടിൽ വരുന്ന പോലത്തെ ആ ഒരു ത്രെഡ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല, അതുപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത്. ദുപ്പട്ട ഇതാട്ടോ. പക്ഷെ നമ്മുടെ ഒറിജിനൽ ജൂട്ട് ഡേസി ടസറിലാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും, അത് ഭയങ്കര റേറ്റ് ആണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്യുവർ ഡേസി ടസറിൻ്റെ ലുക്കിൽ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഈ ഒരു ഐറ്റം ചെയ്തേക്കുന്നത്. എന്നാൽ സെമി ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുന്നതിനും കുഴപ്പമില്ല, ഷാമ്പു വാഷ് ചെയ്യാൻ കേട്ടോ ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഭയങ്കര റഫായിട്ടെടുത്ത് വാഷ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മുക്കി പൊക്കി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ. അടിപൊളി കേട്ടോ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ബോട്ടം സെയിം കളർ തന്നെയാണ്. നമ്പർ AK424, റേറ്റ് 1960 രൂപയുള്ളൂ, 1960. ഇതിൽ ലാസ്റ്റ് കോമ്പിനേഷൻ, ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആട്ടോ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. കാരണം യെല്ലോയുടെയും ഇങ്ങനൊരു ഗ്രീനിഷ് ആഷ് കളർ, അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷൻ റെയർ ആയിട്ടേ കാണാറുള്ളൂ. പക്ഷെ നല്ല എടുപ്പുണ്ട്. ഒരുപാട് ഓവർ കളർന്നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഈ ഒരു റെയറായിട്ട് നമുക്ക് കാണാൻ ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ എന്ന് പറയാം. കളർ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് വേരിയേഷൻ കാണുമായിരിക്കും കേട്ടോ. ശരിക്കും നേരിട്ട് കാണാൻ ഗ്രീനിഷ് ഗ്രേ എന്നോ അല്ലെങ്കിൽ ഗ്രീനിഷ് ആഷ് എന്നൊക്കെ പറയാവുന്നൊരു കളറാണ് മെയിൻ കളർ. അതിൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു ലൈറ്റ് യെല്ലോയുടെ ഒരു കോമ്പിനേഷൻ പോയേക്കുന്നത്. ഭയങ്കര നല്ല ഫാബ്രിക് ആയിട്ട് കണ്ടില്ല, ഇത്രയും ഒതുക്കിയിടാൻ പറ്റും. സാധാരണ പ്യോർ ടസർ പോലും ഡേസി ടസർ പോലും എനിക്ക് തോന്നുന്നു ഇത്രയും അങ്ങനെ അങ്ങ് ഒതുങ്ങി കിടക്കൂല. ഒതുങ്ങി കിടക്കും എന്നാൽ പോലും ഭയങ്കര ഇങ്ങനെ സോഫ്റ്റ് ഫാബ്രിക്കാണ് അത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. അത്രയും നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും, കാണാനും അടിപൊളിയാണ്. ഇതിൻ്റെ ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ നമ്പർ AK426, റേറ്റ് 1960.